ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യമുണ്ടായി. ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി നിരവധി നേട്ടങ്ങളിലേക്ക് കുതിച്ചു മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞു. ഉണ്ട് 5 വർഷത്തെ ഭരണം 10 വർഷമായിട്ട് മാറിയപ്പോൾ എല്ലാ രംഗത്തും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. അതുകൊണ്ട് UDF നേതാക്കന്മാരോട് ചോദിക്കുന്നത്, ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് പിന്നിൽ? ഏതെങ്കിലും ഒരു മേഖലയിൽ കേരളം പുറകെ പോയി എന്ന് കാണുന്നില്ല. മുന്തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ. സഹകരണ തട്ടിപ്പ്, പീഡനം, ആശുപത്രി അനാസ്ഥ, ലഹരി, കടം, അങ്ങനെ നീളുകയാണ് ആ ലിസ്റ്റ്. ഈ ഒരു മേഖലകളിലും കേരളത്തെ പിന്തള്ളി മുന്നേറാൻ ഒരു സംസ്ഥാനത്തെയും അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്ത മാണ്ഡ്രേക്കാണ് നമ്മുടെ സ്ഥാരഥി. ഏത് സംവാദവും നിങ്ങൾക്ക് ഉയർത്താം, ഏത് ചർച്ചയും നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈയിലെ ശവശരീരങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സംവാദമായിക്കൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് നിരാശയുണ്ട് മുഖ്യമന്ത്രി ആ സംവാദത്തിന്റെ അവസരം നിരാകരിച്ചതിൽ. അല്ല, സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഒരു സംവാദമാകാമെന്നോ ഇതുപോലെ ഒരു ചാനൽ ചർച്ചകളുടെ ഫ്ലോറിൽ ഇരുന്നു പോലെ ചർച്ച നടത്താമെന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നത് UDF ആണ്, പ്രതിപക്ഷ നേതാവാണ്, UDF നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ശ്രീ രാജു പീതാർ, നോക്കൂ, ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു സംവാദ വിഷയമായി മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നുണ്ടോ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. ഏതെങ്കിലും ഒരു വിഷയം പറയും, എന്നിട്ട് അതിനുശേഷം പിന്നെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നികേഷ് കുമാർ എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. അരുൺകുമാർ ഇവിടെ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം. എന്താ, 5 ലക്ഷം വീടുകൾ ഞങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തിയാക്കി. പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയൻ വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് VD സതീശൻ ഈ പറയുന്ന സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും പണിത വീടുകൾ കണക്കെടുത്തേക്ക് പറയും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 4,43,000 വീടുകളോളം UDF കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കി എന്നുള്ളത് സ്ഥാപിക്കപ്പെടും. പിണറായി വിജയൻ അതിന് മറുപടി ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ അരുൺകുമാറിന് ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയാൻ പറ്റുമോ? നമുക്കതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകാം. അഡ്വക്കേറ്റ് KS അരുൺകുമാറിന് സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ. രാജു പിന്നാർക്ക് അത് പറയാൻ കഴിയുമെങ്കിൽ പറയട്ടെ. ജനത്തിനൊരു തീരുമാനമാകുമല്ലോ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫെബ്രുവരി മാസം അവസാനം കേരളത്തിന്റെ നിയമസഭയിൽ സാക്ഷാൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടി പ്രകാരം എല്ലാ ഹെഡിലുമുള്ള വീടുകൾ ആകെ കണക്ക് കൂട്ടിയാലും അത് 2269 വീടുകളേ ഉള്ളൂ. ഇവിടെ 4 ലക്ഷത്തിലധികം വീടുകൾ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. 4 ലക്ഷത്തിലധികം വീടുകളുണ്ട് എന്നുള്ള ഏത് രേഖയും കോൺഗ്രസിന് പുറത്തുവിടാം, അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കോൺഗ്രസിന് പുറത്തുവിടാം. പിന്നെ തുടങ്ങിയേക്കാം. ഞാൻ KT ജലീലിന്റെ കണക്ക് മാത്രം ഉദ്ദേശിച്ചു. KT ജലീൽ മാത്രമല്ല, AK ബാലൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനെ സംബന്ധിച്ച് കണക്കുകൾ കേരളത്തിന് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ മന്ത്രിമാർ നിയമസഭയിൽ വന്ന് പറയുന്ന കണക്കുകൾ തെറ്റായ കണക്കുകളാണ്, ഇത്രമാത്രം ബോധ്യമില്ലാത്ത മന്ത്രിമാരാണെന്ന് ഇവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ 4,29,214. ശരിയേ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഈ ടേബിൾ ഫോറുമായി ബന്ധപ്പെട്ട് CPM പറയാനുള്ളത് എന്താണ്? ഇവിടെ കൃത്യമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വച്ച് പണിത വീടുകളുടെ കണക്ക് കൂട്ടി നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് പ്രതിപക്ഷ ഉപനേതാവിന് കൊടുത്ത മറുപടിയാണ് ഞാൻ കൃത്യമായിട്ട് വായിച്ചത്. ആ മറുപടിയിൽ എല്ലാം നമ്മൾ എത്ര തവണ കണക്ക് കൂട്ടിയാലും 4000 സത്യമാണെങ്കിലും എനിക്ക് ഒറ്റ മിനിറ്റ് ഇവിടെ താങ്കൾ കേൾക്കൂ. ലേബർ ഡിപ്പാർട്ട്മെന്റ് വെച്ചു കൊടുത്ത വീട്, മറ്റു വകുപ്പുകൾ വെച്ചു കൊടുത്ത വീട് എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ടുള്ള കണക്കുകൾ കേരളത്തിന്റെ നിയമസഭയുടെ മേശപ്പുറത്ത് തന്നെയുണ്ട്. നമുക്ക് സംവാദമാകാം. ഞാൻ ഈ ഉത്തരം കൃത്യമായിട്ട് താങ്കൾക്ക് അയച്ചു തരാം. ഇങ്ങനെ പോയാൽ സംഗതി KT ജലീൽ ഉമ്മൻചാണ്ടി 4 ലക്ഷം വീട് വെച്ചു കൊടുത്തു എന്ന 4000-ൽ നിന്ന് ഇത്രയോ അധികം, നൂറുകണക്കിനധികം കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും എന്താ കാര്യം? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഒറ്റ മിനിറ്റ്. ഞങ്ങൾ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയ 5 ലക്ഷം ഗുണഭോക്താക്കളുടെ പേര്, ലിസ്റ്റ്, ജില്ല, താലൂക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം.
UDFന്റെ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് വീട് ലഭിച്ച ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്യട്ടെ. ഈ രണ്ട് ലിസ്റ്റ് വന്നാൽ ഒരു ഭാഗത്ത് 4,600, ഒരു ഭാഗത്ത് 5,00,000. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമസഭ പുറത്തുവിട്ട നിയമസഭാ രേഖ പിഴവാണെന്നൊരു ആക്ഷേപം CPM-നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അതിലേക്ക് ഒന്നും കടക്കണ്ട. 5 ലക്ഷം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ്. 5 ലക്ഷം പ്ലസ് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന 1.92 ലക്ഷം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞു. എന്തിനാ വായില് വെള്ളം പറ്റിക്കുന്ന പീതാംബര? ലക്ഷം. അഡ്വക്കേറ്റ് അങ്ങനെ കെ. ശരത്കുമാർ, അവിടെ പ്രശ്നം എന്തെന്ന് 6,92,000 അറിയുമോ? ഞങ്ങൾ പുറത്തുവിടാം. നിങ്ങൾ തെളിവായി നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് ഉന്നയിക്കുന്നത് ഒന്ന് പുറത്തുവിടാം. നിയമസഭാ രേഖയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി നൽകിയ നിയമസഭാ രേഖയാണ് നിങ്ങൾ തെളിവായി ഉന്നയിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ നിയമസഭാ രേഖ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. ഇനി KT ജലീൽ പുറത്തുവിട്ട നിയമസഭാ രേഖയാണ് കോൺഗ്രസ് ആധികാരിക രേഖയായിട്ട് ഉന്നയിക്കുന്നത്. ആ നിയമസഭാ രേഖ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ ശരിയാകും? ഇതിലൊരു മര്യാദ വേണ്ടേ? ചോദിക്കേ. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ഞാനും നിയമസഭാ അംഗമല്ല, ശ്രീ രാജു പി നായരും നിയമസഭാ അംഗമല്ല. ആ നിയമസഭയുടെ രേഖയിലുള്ള സാങ്കേതിക പിഴവാണോ എന്ന് ആധികാരികമായിട്ട് നമുക്ക് ആർക്കും മറുപടി പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ആയതുകൊണ്ടാണ് ഇപ്പം KT ജലീൽ കൊടുത്ത നിയമസഭാ രേഖ തെറ്റാണെന്ന് പറയുന്നവർക്ക് ഉമ്മൻചാണ്ടി കൊടുത്ത നിയമസഭാ രേഖ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങും രാജു പി നായരും നിയമസഭാ അംഗങ്ങളല്ലാത്തത് കൊണ്ട് നിയമസഭാ രേഖയെ പറ്റി ആധികാരികമായി പറയാൻ കഴിയില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല. ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നിയമസഭാ രേഖ. ചളമായെന്ന് തോന്നുന്നു. KT ജലീലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി AK ബാലൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. പട്ടികജാതി പട്ടിക വർഗ വിഭാഗം ആ വകുപ്പ് അത് പുറത്തുവിട്ട അത് കൊടുത്ത വീടുകളുടെ കണക്കുണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ 4,000-ൽ കൂടുതലുണ്ടല്ലോ. എന്തായാലും 10-12,000 വീടുണ്ടോ നിൽക്കട്ടെ, 4,000-ൽ കൂടുതലുണ്ടല്ലോ. അപ്പൊ ആ 4,000-ന്റെ കണക്ക് എങ്ങനെയാണ് അവിടെയും തെറ്റാകുന്നത്? അല്ല, പട്ടികജാതി വകുപ്പ് കൊടുത്തുവിട്ട വീടുണ്ടെങ്കിലും അതിന് കൃത്യമായി ലിസ്റ്റ് ഉണ്ട് മാധു. ആ ലിസ്റ്റ് ഇന്ന ഗുണഭോക്താവാണ്, ഇന്ന ജില്ലയിലാണ് പേര്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആര് കൊടുത്ത ഉത്തരമാണ് ശരി എന്ന തർക്കത്തെക്കാൾ ഉപരി ഇന്നെ ആളുകൾക്കാണ് ഞങ്ങൾ കൊടുത്തത് എന്നുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. 5 ലക്ഷം പേരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അത് UDF തയ്യാറാണോ എന്നുള്ള ഒറ്റ ചോദ്യമുള്ളൂ. അതിന് ഉത്തരം വന്നാൽ ഈ പ്രശ്നം തീരും. അല്ല, പാർട്ടി രേഖയാണോ നിങ്ങൾ അപ്പൊ നിയമസഭാ രേഖയ്ക്ക് അപ്പുറത്ത് കാണുന്നത്? അല്ല, അത്തരം ചോദ്യത്തിലൊന്നും ഒരു യുക്തിയില്ല. അതൊക്കെ താങ്കളുടെ സാങ്കല്പിക അല്ല, അങ്ങയുടെ യുക്തിയാണ് ഞാൻ ചോദിച്ചത്. അതായത് നിയമസഭാ രേഖയ്ക്ക് അപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടി നയിച്ച സർക്കാർ കൊടുത്ത രേഖ പുറത്തുവിടാൻ വിശ്വസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിനാണോ ആധികാരികത എന്ന് ചോദിക്കേണ്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഇവൻ ശരിയല്ല. പാർട്ടി രേഖയൊന്നും താങ്കൾ കാണുന്നതിനേക്കാൾ കൂടുതൽ രേഖ കണ്ടവരാണ് ഈ ചർച്ചയുടെ ഭാഗമായി CPM-ന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്നു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്തൃ ലിസ്റ്റ് കൃത്യമായി അപേക്ഷ സ്വീകരിച്ച് കൊടുത്ത് പാസാക്കി നിർമ്മിച്ചു കൊടുത്ത് താക്കോല് കൈമാറിയവരുടെ ലിസ്റ്റ് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. ആ ലിസ്റ്റ് കൊണ്ടുവരാനാ പറഞ്ഞത്. ഈ രേഖ എടുത്തിട്ടായിരിക്കില്ലേ നിയമസഭ കൃത്യമായി ഒരു കണക്ക് പുറത്തുവിട്ടതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി അഥവാ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. നിയമസഭയിൽ മന്ത്രി ഒരു രേഖ കൊടുക്കുമ്പോൾ അത് ആധികാരികമാണെന്ന് പലതവണ ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ്. അത് ആധികാരികമായ രേഖ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. രാജു പി നായർ പെട്ടെന്ന് മറുപടി. ഇതൊരു നടത്തു പോണ മാതിരില്ല. മാധു, ഒറ്റ കാര്യം നോക്കൂ. മന്ത്രിസഭയിൽ ഇവരുടെ 3 മന്ത്രിമാർ കൊടുത്ത മറുപടികൾ മുഴുവൻ തെറ്റാണ്. ഇന്നും സർക്കാരിന്റെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഞാൻ നേരത്തെ വായിച്ച ടേബിൾ 4 ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രപ്പോസലിലെ ടേബിൾ 4 അത് തെറ്റാണ്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. പിന്നെ ഇവരുടെയാണ് രേഖ. എന്നിട്ട് പറയുകയാണേ, പ്രതിപക്ഷത്തോട് പറയുകയാണേ നിങ്ങൾ ലിസ്റ്റ് എടുത്തോണ്ട് വരാൻ. കേരളത്തിന്റെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി എവിടെ ഇരിക്കുക? പ്രതിപക്ഷമാണോ ഇനി ഈ പറഞ്ഞ ലിസ്റ്റ് എടുത്തോണ്ട് വരേണ്ടത്? നിയമസഭയിലെ രേഖയും LDFന്റെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം നടത്തിയപ്പോൾ ഉണ്ടാക്കിയ പ്രോജക്ട് റിപ്പോർട്ടിലെ ടേബിൾ 4 ഞാൻ വായിച്ചത്. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായോ പിണറായി വിജയൻ എന്താ സതീശന്റെ അടുത്ത് സംവാദത്തിന് വരാൻ പറ്റാത്തത്? അരുൺകുമാറിന്റെ ഗതിയായി പോകും. അതുകൊണ്ടാണ് വരാം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.